അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കഷ്ടപ്പെട്ട് കുഴച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടി പറയുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും കുറേ പ്രാവശ്യം കുഴച്ചാലേ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പരാതി പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ചപ്പാത്തി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരുമിച്ച് തന്നെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ 240 ml മെഷറിംഗ് കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെഷറിംഗ് കപ്പിൽ തന്നെ ഗോതമ്പൊടി എടുത്തിട്ട് വെള്ളവും എടുത്തിട്ട് ചപ്പാത്തിക്ക് പൊടി കുഴക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗോതമ്പൊടിയിലേക്ക് ഉപ്പ് ചേർക്കാം. ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഈ വെള്ളം മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കാം. 1 കപ്പ് വെള്ളം. ഞാനും പറയട്ടെ, അപ്പൊ നമുക്ക് ഈ വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിക്കാം. നീത പറഞ്ഞതാണ് എങ്കിലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇവിടെ എന്താന്ന് വെച്ചാല് ചപ്പാത്തി ഉണ്ടാക്കൽ എക്സ്പെർട്ട് രാജീവേട്ടനാണ് കേട്ടോ. ഇവിടെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കണം. ആദ്യ കാലങ്ങളിൽ നീതയായിരുന്നു ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി തകർത്തോണ്ടിരുന്നത്. അന്ന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി എക്സ്പെർട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ നീതേനെ ഞാൻ തൊടിക്കാറില്ല, ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച എളുപ്പ വഴിയായിരുന്നത്. അതായത് നമ്മള് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് പൊതുവെ എല്ലാവരും ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. കുറച്ച് വെള്ളം ഒഴിക്കും അങ്ങനെ അപ്പോൾ കൂടുതൽ ബലം പിടിക്കേണ്ടി വരും നമ്മൾ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലേക്ക് മിക്കവാറും നമ്മൾ ഒരേ അളവിലുള്ള ചപ്പാത്തി ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന 10 ചപ്പാത്തിക്കുള്ള പൊടിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. 2.5 കപ്പ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ചപ്പാത്തിക്ക്. അപ്പോൾ 10 ചപ്പാത്തിക്കുള്ള വെള്ളമാണ് ഇതിന് 1 കപ്പ്. ഈ 1 കപ്പ് ഒറ്റ അടിക്കാൻ ഇങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാം. നേരെ മറിച്ച് കുറേശ്ശെ ആണെങ്കിൽ നമ്മുടെ കൈ ഒടിയും, നല്ല മസിലും വരും കയ്യിൽ. അപ്പോൾ പൊടിയുടെ അളവ് ഗ്രാമിൽ ഞാൻ ഇതിൻ്റെ താഴെ എഴുതി കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ എഴുതി കൊടുക്കാം എത്ര ഗ്രാമാണ് പൊടി എന്നുള്ളത്. അല്ല, അതിപ്പോൾ ഏതളവാണെങ്കിലും ഇത് എടുക്കുന്ന അളവിൻ്റെ ഒരു 2.5 അളവ് പൊടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്നെ 1 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. എങ്കിലും പലപ്പോഴും നമുക്കിപ്പോൾ പൊറോട്ടയിലൊക്കെ കമന്റ്സ് വരാറുണ്ട്, എത്രയാണ് ഗ്രാമിൽ പറയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഗ്രാമിൽ പറയാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് വേണ്ട, ഗ്രാമും കൂടി പറഞ്ഞേക്കാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഗ്രാമിലുള്ള അളവ് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പൊടി കുഴയ്ക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം പൊടി കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം പൊടി കുഴച്ചുകൊണ്ടേയിരിക്കും, അപ്പോൾ നല്ല മയം വരും. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചപ്പാത്തിക്ക് പൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല മയം വരും, നല്ല മയമുള്ള ചപ്പാത്തി കിട്ടുന്നൊക്കെ. ഇങ്ങനെ പൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ പൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല മയമുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കേണ്ട, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പൊടി കുഴച്ച് വെക്കേണ്ട, അല്ലെങ്കിൽ പൊടി കുഴച്ച് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട, അങ്ങനെ ഒന്നുമില്ല. പ്രധാനമായിട്ടും ഇതിനകത്ത് വേണ്ട വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചപ്പാത്തി ഹാർഡാകുകയും ചെയ്യും, കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാകുകയില്ല, പരത്താൻ വേണ്ടി നമ്മുടെ നല്ല ബലം പിടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ മടി തോന്നി, വേറെ വല്ല പരിപാടി ഉപ്പുമാവോ വല്ലതൊക്കെ മതി എന്ന് വിചാരിച്ചു. നമ്മുടെ ചപ്പാത്തിയുടെ കുഴക്കലിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയി എന്ന് പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ടേസ്റ്റുള്ള ചപ്പാത്തി കിട്ടാൻ വേണ്ടി നമ്മൾ ആശീർവാദിന്റെ പൊടി തന്നെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ചപ്പാത്തി കിട്ടും. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ആശീർവാദിന്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആശീർവാദിന്റെ ആ റെഡ് ആൻഡ് ഗോൾഡ് കളറിലെ പാക്കറ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു അളവിൽ ഇത്രയും വെള്ളം തന്നെ മതി. പിന്നെ ബ്രാൻഡ് മാറുകയാണെങ്കിൽ ചിലപ്പോൾ പൊടിയുടെ അളവിലും വെള്ളത്തിന്റെ അളവിലൊക്കെ ചെറിയ വ്യത്യാസം വരാം. നമ്മളിപ്പോൾ വേറെ ബ്രാൻഡൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കി ചപ്പാത്തി, അതിനിപ്പോൾ ഇച്ചിരി കൂടി ബഡ്ജറ്റ് ചുരുക്കാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ വേറെ ബ്രാൻഡൊക്കെ വാങ്ങിച്ച് നോക്കി. പക്ഷെ ചപ്പാത്തി മരം പോലെയാണ്. ഒരു വിധത്തിലും നമ്മൾ ഈ ആശീർവാദ ആട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റോ സോഫ്റ്റ്നെസ്സോ കിട്ടുന്നില്ല വേറെ പൊടി ഉപയോഗിച്ച് നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേക്ക്. നമ്മുടെ അനുഭവം പറയാണ്, നിങ്ങൾക്ക് ഗുണമാവുന്നെങ്കിൽ അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ആശീർവാദിന്റെ തന്നെ ഇനി ഇതിലും കൂടുതൽ ടേസ്റ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ആശീർവാദിന്റെ ഇതിന്റെ കവർ കാണാനില്ല. അപ്പൊ പോട്ടെ, നമ്മൾ സാധാരണ കടകളിൽ കൂടുതലും കാണുന്നത് ആ ഒരു റെഡ് ആൻഡ് ഗോൾഡൻ കളർ.
അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ആശീർവാദിൻ്റെ തന്നെ അതിലും കൂടിയ പൊടിയുണ്ട്, ഒരു ഫുൾ ഗോൾഡൻ കളറായിട്ടുള്ള ഒരു കവറാണിത്. അതിന് വിലയും കൂടുതലാണ്. അതുകൊണ്ട് അതൊരു കാരണവശാലും മേടിക്കരുത്. അത് ഈ പൊടിയുടെ അത്ര നല്ല പൊടിയല്ല. കാരണം വെറുതെ വില കൂടുതൽ മേടിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. എല്ലാ സാധനവും വില കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു അബദ്ധം പറ്റണ്ട. നമുക്ക് ഒരു പ്രാവശ്യം പറ്റിയതാണ് ആ അബദ്ധം. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് മാക്സിമം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അതിൽ കൂടുതൽ കുഴക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം പരത്തി നോക്കുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ ബോള് പോലെ ആകുന്ന ഒരു പരുവുണ്ട്. കുഴച്ച് ഇതുപോലെ ബോള് പോലെ ആയി കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് കുഴച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ കുഴച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് സോഫ്റ്റ് ആയിക്കോളും. കയ്യിലൊന്നും ഒട്ടും തന്നെ അതെ, കയ്യിലൊട്ടില്ല, പാത്രത്തിൽ ഒട്ടില്ല. ആ പരുവത്തിൽ പാകത്തിന് വെള്ളമൊഴിച്ച് ഇതാണ് എൻ്റെ ഒരു പരുവം. ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തിയൊക്കെ നോക്കണം. ഇങ്ങനെയൊക്കെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഒരു പരുവം നമുക്ക് മനസ്സിലാവും. വെള്ളം കൂടിപ്പോയി ഇങ്ങനെ നിൽക്കില്ല, അത് അങ്ങോട്ട് വാടി അങ്ങ് പോകും, ഇങ്ങനെ തളർന്നങ്ങ് പോകും. ഇങ്ങനെ കുഴച്ച് ഈ പരുവത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് കൈ കഴുകി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ലാസ്റ്റ് ഒരു കുഴയും കൂടി കുഴക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കുറേ കുഴച്ച് വരുമ്പോഴത്തേക്ക് നൈസായിട്ട് കൈ പിടിക്കാൻ തുടങ്ങും. അങ്ങനെ നൈസായിട്ട് കൈ പിടിക്കാൻ നേരത്തെ ഒന്ന് കൈ കഴുകിയിട്ട് വന്നാൽ അതെ നല്ല ഫിനിഷിങ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ബോൾ പരുവത്തിൽ വരും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചപ്പാത്തി ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ക്ലോത്ത് ഇട്ടിട്ടാണ് ചപ്പാത്തി കല്ല് വെക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ മൈദപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പൊടി ഉപയോഗിക്കണേക്കാളും നല്ലത് മൈദപ്പൊടി ഇട്ടിട്ട് മൈദപ്പൊടിയിൽ മുക്കി ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മൈദപ്പൊടി ഇതുപോലെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചു. ഞങ്ങളിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഇതിലാണ് നമ്മുടെ ഈ ചപ്പാത്തി ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആദ്യമേ പ്ലേറ്റിൽ മൈദപ്പൊടി എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോൾ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നീളത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എത്ര സാധാരണ രീതിയിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോൾ ഉദ്ദേശിച്ച എണ്ണത്തിനേക്കാളും കൂടി പോകാറുണ്ട്. ഒന്നിൽ കൂടി പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ 10 ചപ്പാത്തിക്കാണ് നമ്മളത് എടുത്തത്. ഇങ്ങനെ നീട്ടി എടുത്തിട്ട് ഇതിനെ നേർ പകുതിയായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് 2 ആക്കുക. ഒരെണ്ണം ആ പാത്രത്തിൽ തന്നെ ഇടുക. ഇതിപ്പോൾ 5 ഉള്ളതുകൊണ്ട് ആദ്യം ഒരെണ്ണം ഇങ്ങനെ ആദ്യത്തെ ഒരു ബോള് നമ്മൾ ഇതുപോലെ ഉരുട്ടി മാറ്റി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈക്വൽ ആയിട്ട് 4 ബോൾസ് ആക്കി എടുക്കാം. ഇത് 5 ചപ്പാത്തിക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4 നമ്മൾ ഈ ഇപ്പം എടുത്ത ഹാഫ് തന്നെ 4 ഡിവൈഡ് ചെയ്താൽ മതി. ഇത് കറക്റ്റ് സെൻറ്റർ വെച്ച് ഇങ്ങനെ 2 ആക്കുക. അപ്പോൾ നമ്മുടെ ബോൾസ് 5 റെഡിയാക്കി വെച്ചു. ഇനി ഒരു 5 കൂടി റെഡിയാക്കാൻ. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ പൊടി കുഴച്ചപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനൊരു എളുപ്പ വഴിയുണ്ട്. അതിലുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തേണ്ട 10 രൂപ കൊടുത്താൽ നമുക്ക് കടയിൽ കിട്ടും ഇതുപോലെ ഒരു ഓയിൽ ക്യാൻ. അപ്പോൾ ഈ ഓയിൽ ക്യാൻ മേടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ട്യൂബ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുപോരും ഇതുമേന്ന് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് ഊർന്നിങ്ങനെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഈ ട്യൂബ് ഊരിയെടുത്തിട്ട് ഇത് ഒന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് ആ മെഴുകുതിരി കാണിച്ചൊന്ന് ഞാൻ നൈസായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഇതിൽ വിടർന്നൊന്ന് തിക്കായിട്ട് വരും. എന്നിട്ട് കൈ കൊണ്ട് നൈസായിട്ടൊക്കെ ഒന്ന് നിലത്തിലായിട്ടെങ്കിലും ഒന്ന് മുട്ടിക്കഴിയുമ്പോൾ അത് ഇങ്ങനെ തിക്കായിട്ട് വരും. പിന്നെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിങ്ങോട്ട് ഊരിപ്പോരില്ല. അപ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അമർത്തി അടച്ചു കഴിഞ്ഞാലും ഈ കുപ്പി തുറക്കണമെന്ന് ഈ അടപ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ തുറന്ന് പോരുകയും ചെയ്യും. അപ്പോൾ ഇത് നിസ്സാരമായിട്ട് കാണണ്ട, ഇതൊരു മെയിൻ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കാണിച്ചു തരാൻ കാരണം. അപ്പോൾ വെളിച്ചെണ്ണ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തി സാധാരണ പരത്തിയെടുക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കാം. മൈദപ്പൊടിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഒന്ന് നൈസായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി ഇത്രയും പരത്തിയിട്ട് എടുക്കുന്നു വെച്ചിട്ട് ഈ പൊടിയിലേക്ക് വെച്ച് ഇത്രയും പരത്തി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് പരത്താൻ പറ്റും. അപ്പോൾ ഒരാൾ ചപ്പാത്തി പരത്തും
എത്തുമ്പോൾ ഒരാൾ കുക്ക് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക. നമ്മളിപ്പോൾ കഴിക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുന്നേ ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഡ്രൈ ആയി പോവാതിരിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു രാത്രിയിലേക്കായിട്ട്. ഇപ്പോൾ കാസറോളിൽ അല്ല വയ്ക്കുന്നത്, കാസറോൾ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കട്ടിയുള്ള തുണി ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള ഒരു ടർക്കിയിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ചപ്പാത്തി ഒട്ടും തന്നെ ഡ്രൈ ആയി പോവാതെ ആ സോഫ്റ്റ്നെസ്സോടുകൂടി നിൽക്കും. കാസറോൾ ഇല്ലാത്ത ആളുകൾക്കാണ് ഞാനീ പറഞ്ഞത്. കാസറോളിലാണെങ്കിൽ ചൂടോടുകൂടി തന്നെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ആ ചൂടോടുകൂടി അതങ്ങനെ ഇരിക്കും. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പാനിൻ്റെ ചൂട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് ചൂടായി ഇതുപോലെ ഒന്ന് പുക വന്ന് തുടങ്ങുന്ന പോലെ ആവുമ്പോഴാണ് നമ്മൾ ചപ്പാത്തി പരത്തിയത് ഇട്ട് കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചപ്പാത്തി പാനിൻ്റെ ചൂട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഹാർഡായിരിക്കും. ചൂട് കറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ ബബിൾസ് ഇതുപോലത്തെ ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ മറിച്ചിടണം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓയിൽ ഇല്ലാതെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ കറക്റ്റ് ഈ ഒരു ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഞങ്ങളിപ്പോൾ ഓയിലുള്ള രീതിയിൽ ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഓയിലില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിലും സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യുക. ഈ ബബിൾസ് വരുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കണക്ക്. പിന്നെ ഈ തീയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല റെസിപ്പീസും ചെയ്യുമ്പോൾ തീയുടെ കാര്യം പറയാറുണ്ട് എപ്പോഴും. ഇത്ര ചൂടിൽ വെക്കുക, ഇത്ര ഈ ബർണറിൽ വെക്കുക, ചെറിയ ബർണറിൽ വെക്കുക, വലിയ ബർണറിൽ വെക്കുക എന്നുള്ളതൊക്കെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് കമൻസ് ഞാൻ കാണാറുണ്ട് കേട്ടോ, ചേച്ചി ഞാൻ ചെയ്തിട്ട് ശരിയായില്ല, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ചൂട് കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നതും. ബർണറിൻ്റെ വലിപ്പം, ചെറിയ ബർണറാണെങ്കിൽ ചെറിയ ബർണർ, ഇതിപ്പോൾ നമ്മൾ വലിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ബർണറിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റൗവിൻ്റെ വലിയ ബർണറിൽ തന്നെ വയ്ക്കുക. വലിയ ബർണറിൽ തീ കൂട്ടി തന്നെ വെക്കണം. അതെ, എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ ചപ്പാത്തി, ആ സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് മറിച്ചിടണം. നേരെ എടുത്തിട്ട് ഒന്ന് മറിച്ചിടണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള ഈ ചപ്പാത്തി ആവിപ്പ് വന്നിട്ട് ഒരുമാതിരി ആവിയിൽ വേവിച്ചൊരു പരുവത്തിലേക്ക് ആയിപ്പോയി ഇത് വേസ്റ്റ് ആയി പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് മറിച്ചിടാം. നമ്മുടെ ചപ്പാത്തി മുഴുവൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചപ്പാത്തി കഴിക്കുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് അറിയട്ടെ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിയുടെ വീഡിയോകള് രണ്ടും ഈ വീഡിയോയുടെ സ്ക്രീനിലുണ്ട്. പിന്നെ മൂന്നാമത് നമ്മൾ വേറൊരു അടിപൊളി ചപ്പാത്തി വേറെ ഒരെണ്ണം വരാൻ പോകുന്നുണ്ട് പുറകെ, അത് വൈകാതെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചപ്പാത്തി ഇഷ്ടമായോ ഇല്ലയോ എന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നും കൂടി പറയാം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.